കണ്ണൂർ കേളകത്തും താന്നിക്കുന്നിലും മൊണാലിസ എന്ന പേരിൽ ബ്യൂട്ടി പാർലറും അതുപോലെ തന്നെ ടൈലറിംഗ് ഷോപ്പും നടത്തി വരികയായിരുന്നു ഗീതമ്മ. പുഞ്ചിരിയോടെ മാത്രം സംസാരിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഗീതമ്മ. ആ അമ്മയ്ക്ക് സ്വന്തം മകനിൽ നിന്ന് ഇത്തരമൊരു അന്ത്യം സംഭവിക്കുമെന്ന് താന്നിക്കുന്നിലെ നാട്ടുകാർക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ലഹരിയുടെ കാണാക്കയത്തിൽ വീണുപോയ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആ അമ്മ നടത്തിയ ശ്രമങ്ങളെല്ലാം ഒടുവിൽ സ്വന്തം രക്തത്തിൽ അവസാനിച്ചു. കൊളക്കാട് താന്നിക്കുന്നിലെ മടത്തിപ്പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യയും മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗവുമായ ഗീതമ്മയാണ് കൊല്ലപ്പെട്ടത്. 50 വയസ്സായിരുന്നു. സംഭവത്തിൽ മകൻ ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 10:30യോടെയാണ് നാടിനെ വിറങ്ങലിപ്പിച്ച ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. ബംഗളൂരുവിലെ ഉന്നത പഠനത്തിനിടയിലാണ് ക്രിസ്റ്റി മാരകമായ ലഹരി മരുന്നിന് അടിമപ്പെട്ടതെന്നാണ് വിവരം. BCA വിദ്യാർത്ഥിയായിരുന്ന ഇയാൾ ലഹരി ഉപയോഗം മൂലം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് നാട്ടിലെത്തിയ ഇയാളെ മാറ്റിയെടുക്കാൻ ഗീതമ്മയും കുടുംബവും കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ലഹരി ഉപയോഗത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ വീട്ടിൽ നിത്യസംഭവമായി മാറുകയായിരുന്നു. മകനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അമ്മ നടത്തിയ നിരന്തരമായ ഉപദേശങ്ങളാണ് ക്രിസ്റ്റിയെ പ്രകോപിപ്പിച്ചത്. ലഹരി മൂത്തപ്പോഴുണ്ടായ വിഭ്രാന്തിയിൽ ആയുധമെടുത്ത ക്രിസ്റ്റി പെറ്റമ്മയുടെ കഴുത്തറുത്ത് ആ സ്നേഹം എന്നേക്കുമായി അവസാനിപ്പിച്ചു. കൊലപാതകം നടന്ന സമയത്ത് ഗീതമ്മയും ക്രിസ്റ്റിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്ന ഗീതമ്മയെ കിടപ്പുമുറിയിൽ വെച്ചാണ് ഇയാൾ ആക്രമിച്ചത്. ക്രൂരകൃത്യത്തിനു ശേഷം യാതൊരു ഭാവമാറ്റവുമില്ലാതെ വീട്ടിൽ തങ്ങിയ ഇയാൾ പിന്നീട് സമീപവാസിയായ ഒരു യുവാവിനെ വിളിച്ച് അയാളുടെ സ്കൂട്ടറിൽ ലിഫ്റ്റ് ചോദിച്ചാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഞാൻ എൻ്റെ അമ്മയെ കൊന്നു എന്ന് കേളകം സ്റ്റേഷനിലെ പോലീസുകാരോട് ഇയാൾ വെളിപ്പെടുത്തിയപ്പോൾ ആദ്യം ആർക്കും വിശ്വസിക്കാനായില്ല. തുടർന്ന് പോലീസ് സംഘം കുതിച്ചെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഗീതയെ കണ്ടെത്തിയത്. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു ഗീതമ്മ. കുടുംബത്തിന്റെ അത്താണിയാകാൻ സ്വന്തമായി ബ്യൂട്ടി പാർലറും തുന്നൽ കേന്ദ്രവും അവർ നടത്തിയിരുന്നു. മകളെ വിവാഹം കഴിപ്പിച്ചയച്ച ശേഷം ഏക മകനായ ക്രിസ്റ്റിയെ ഒരു നല്ല നിലയിലെത്തിക്കാൻ അവർ കാണാത്ത വഴിപാടുകളില്ല. പക്ഷേ ലഹരിയുടെ വിഷം ആ മനസ്സിലെ വിവേകം പൂർണ്ണമായും കെടുത്തി കളഞ്ഞിരുന്നു. മയക്കുമരുന്ന് ഒരാളുടെ ചിന്താശേഷിയെയും മനുഷ്യത്വത്തെയും എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ ഭയാനകമായ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ്. പേരാവൂർ DYSP ചന്ദ്രമോഹൻ, കേളകം SHO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം ക്രിസ്റ്റിക്ക് മേൽ എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്.